നമസ്കാരം. CJPയുടെ സമരവേദിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ സോനം വാങ് ചുക്കിനെ കാണാൻ ബ്രിട്ടാസ് അണ്ണനും ബേബിച്ചായനും കൂടെ പോയിട്ട് എന്താകാൻ ഒന്നും ആയില്ല, ഒന്നും ആവില്ലല്ലോ. പണ്ട് കന്യാസ്ത്രീകളെ കാണാൻ ജയിലിന് മുന്നിൽ കിടന്നത് തേതകതൈ കളിച്ചില്ലേ, അതുപോലെ തന്നെ. അരേ MP ആണ് ഹേ MP. അണ്ണൻ തെളിവൊക്കെ പൊക്കി കാണിച്ച് ഹേ, പക്ഷെ നോ രക്ഷ. ഇവരൊരു നടക്ക് പോകില്ല ബ്രിട്ടാസ് അണ്ണാ. കേരളത്തിൽ നിന്ന് നമ്മുടെ ഗ്യാങ്ങിനെ അങ്ങോട്ടേക്ക് വിളിച്ചാലോ? ജയിക്കിനെയും റഹീമണ്ണനെയും പോലുള്ള പ്രമുഖർ ആവശ്യപ്പെട്ട ചിലപ്പോൾ കയറ്റി വിട്ടേക്കും. ആ പോലീസുകാരൻ പൊട്ടിത്തെറിക്കുമ്പോൾ എത്ര ശാന്തനായാണ് ബേബിച്ചായനൊക്കെ കാണപ്പെടുന്നത്. എങ്ങനെങ്കിലും നന്ദി കാണിക്കണ്ടേ എന്നോർത്ത് പുറപ്പെട്ടു പോയതാ അല്ലേ ബേബിച്ചായ? പോട്ടെ, സാരമില്ല, ഇത് പതിവാണല്ലോ. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ ആണല്ലോ അവസ്ഥ. റഹീമിക്ക ഈ സമയത്ത് വല്ലാതെ മിസ് ചെയ്യുന്നു. ഇക്ക കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോളം തികഞ്ഞേനെ. 5-6 പെടപ്പൻ ക്യാൻഡിയൊക്കെ നമുക്കൊന്ന് കേൾക്കായിരുന്നു. സത്യത്തിൽ ഈ ഹോസ്പിറ്റലിന്റെ ശാന്തത ഇല്ലാതാക്കിയതിന് ഇവർക്കെതിരെ കേസെടുക്കാനുള്ളതാണ്. ഇവിടെ തരുന്ന മനസമാധാനക്കേട് പോരാഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികൾ മണ്ണ് വാരി തിന്നതും മുട്ടിലഴിഞ്ഞ് നടന്നതും ഒന്നും ഇവരുടെ ശ്രദ്ധയിൽ പെട്ടില്ല. അങ്ങനെയുള്ളിടത്തോട്ടൊന്നും ചെന്ന് കയറി ആർക്കും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കില്ല. ഓരോ പ്രഹസനങ്ങൾ. രാജ്യത്തൊരു കലാപമോ വലിയ പ്രശ്നമോ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് ആരിറങ്ങി തിരിച്ചാലും അവരെയൊക്കെ പിന്തുണയ്ക്കുക എന്നത് മാത്രമാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. അതാണ് ഇവരുടെ ചരിത്രം. രാജ്യസുരക്ഷയ്ക്കും രാജ്യസമാധാനത്തിനും ഭീഷണിയാകുന്ന ആരെയും ഒന്നിനെയും ഇവർ തള്ളിപ്പറഞ്ഞ ചരിത്രമില്ല. എൻ്റെ പൊന്നണ്ണ, കേരളം വിട്ടാൽ നിങ്ങളെ ഒന്നും അറിയുന്നവർ പോലും ആരും ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇവിടുത്തെ കുന്തളിപ്പ് ഡൽഹിയിൽ ചെന്ന് കാണിച്ച് അവന്മാർ പെരുമാറി വിടും. ബ്രിട്ടാസിയാണോ ബേബിയാണോ എന്നൊന്നും അവർ നോക്കത്തില്ല. വെറും ഒരു ലോക്കൽ പാർട്ടിയുടെ നേതാക്കൾ മാത്രമാണ് നിങ്ങളൊക്കെ എന്ന തിരിച്ചറിവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെയൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് ഹേ. AKG സെൻറ്ററിലെ സെക്യൂരിറ്റിക്കാരോട് പെരുമാറുന്നത് പോലെ അവിടെ ചെന്ന് കാണിച്ചിട്ട് തല്ല് കിട്ടാതിരുന്നത് ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ആശുപത്രി ആണെങ്കിലും ദുരന്ത സ്ഥലമാണെങ്കിലും മരണവീടാണെങ്കിലും നമുക്ക് പട്ടി ഷോയാണ് പ്രധാനം. ഒരു ദേശീയ സെക്രട്ടറി ആണെങ്കിൽ മുറിഹിന്ദി പോലും കൈകാര്യം ചെയ്യാൻ അറിയാതെ വായും പൊളിച്ച് നിൽക്കുന്നു അവസ്ഥ. ഹിന്ദിയുടെ ഏറ്റവും മാലം അറിയാവുന്ന ബ്രിട്ടാസ് അണ്ണൻ എന്താ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ MP കാർഡും കാണിച്ച് നാണം കിടന്ന്. ലോകത്തെവിടെയും എന്തിനകത്തോട്ടും കയറി ചെല്ലാനുള്ള ലൈസൻസ് അല്ല MP കാർഡെന്ന് അണ്ണൻ ഇതുവരെ അറിയത്തില്ല. ഇവിടെങ്ങാനായിരുന്നെങ്കിൽ 10-15 അടിമകളെ കൊണ്ട് ആശുപത്രി തല്ലിപ്പൊളിച്ച് അവന്മാരുടെ ജീവിതം കോഞ്ഞാട്ടയാക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോൾ അതിനും സ്കോപ്പില്ലല്ലോ. പ്രശ്നം ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് നാടിൻ്റെ സമാധാനം കെടുത്തുക. അത് തന്നെയാ ഇവിടെ ആയിരുന്നാലും അവിടെ ആയിരുന്നാലും എവിടെയാണെങ്കിലും ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എന്ത് ചെയ്യും? എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ ഭരിക്കുന്ന സർക്കാരുമായിട്ട് സ്വകാര്യമായിട്ടൊരു ചർച്ച നടത്താനുള്ള അവസ്ഥ പോലും ഇല്ല. അതിനുള്ള കഴിവില്ല. എല്ലായിടത്തും ഒരു നാറിയ ഫോട്ടോഷൂട്ട്. എന്നാൽ ആ ഫോട്ടോഷൂട്ട് വിജയിക്കുമോ? ഇതൊക്കെ തന്നെ ഗതി. എന്നാലും നെതന്യാഹുവിനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ധീരമായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ബേബിച്ചായൻ്റെ കയ്യും കെട്ടിയുള്ള ദയനീയമായിട്ടുള്ള നിപ്പുണ്ടല്ലോ, അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കോമാളികളാകുകയാണ് എന്നുള്ള ബോധം പോലും ഒറ്റ എണ്ണത്തിനും ഇല്ല. വിപ്ലവത്തിലൂടെ വിജയം എന്ന മുദ്രാവാക്യമായിട്ട് നാടിനെ കുട്ടിച്ചോറാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. അക്രമ രാഷ്ട്രീയം മാത്രമാണ് ആകെ കയ്യിലുള്ളത്. അതിന് കേരളത്തിലെന്നല്ല എങ്ങും വിലപ്പോ ഇല്ലെന്ന് മനസ്സിലാക്കാനുള്ള സന്ദർഭങ്ങളാണ് ഇതൊക്കെ. ആരെവിടുന്ന് എങ്ങനെ മനസ്സിലാക്കാൻ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മൂള ഉണ്ടെങ്കിൽ ഇങ്ങനെ വല്ല നാട്ടിലും ചെന്ന് നാണം കെടുവോ? ഇവന്മാരുടെയൊക്കെ തൊലിക്കട്ടി ഭയങ്കരമാണ് കേട്ടോ. ചെല്ലേണ്ട ഇടങ്ങളിൽ ഒന്നും ചെല്ലില്ല, ചെയ്യേണ്ടതൊന്നും ചെയ്യുകയില്ല. ഒരു മലയാളി പെൺകുട്ടിയെ അടിച്ചും ഇടിച്ചും കൊന്ന് ശവമാക്കി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ പോയി ആ വീട്ടുകാരെയോ മൃതശരീരമോ ഒന്ന് കാണാൻ പോകാതിരുന്നവന്മാരാണ് ഡൽഹി ചെന്ന് കിടന്ന് ബോൽത്താ ഹേ ഹോ ഹും എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവർക്കറിയാം ഇവരെ അകത്തേക്ക് കയറ്റി വിടില്ല എന്ന്. അവിടെ കിടന്നൊരു സീനുണ്ടാക്കണം, പ്രതിഷേധിക്കണം, ബഹളം വയ്ക്കണം, അതൊക്കെ ക്യാമറയിലൊന്ന് പകർത്തണം, അത് കേരളത്തിലൊരു വാർത്തയാക്കണം. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ആ സംഭവത്തെക്കുറിച്ച് ചോദിക്കണം. ചോദിക്കുമ്പോൾ അവിടെ പറയാൻ കഴിയാഞ്ഞ കഥാപ്രസംഗം ഇവിടെ നടത്തണം. ഇതൊക്കെ തന്നെയാണ് കുറേ കാലം കൊണ്ട് ഇവന്മാർ കാണിക്കുന്നത്.
എവിടെ കുത്തിത്തിരിപ്പുണ്ടോ അവിടെ ഇവരുണ്ട്. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ കയറി കാണാൻ സമ്മതിച്ചില്ല എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ അഖിലേന്ത്യാ ബന്ധോ മറ്റോ നടത്താനുള്ള പ്ലാൻ ഉണ്ടോ എന്തോ, കണ്ടു തന്നെ അറിയണം.